celebrating motherhood. Malayali Vittamma. Nirabara Malayali Vittamma, co-branded by Sera and Datri Hair Care Plus, powered by Chungat Jewelry. പുതുമേറിയ ഒട്ടേറെ കാഴ്ചകളുമായി നമ്മുടെ വീട്ടമ്മമാർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മലയാളി വീട്ടമ്മയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ എന്തിന്റെ ഒരു കുറവില്ലേ സഞ്ജു? ആ കുറവാണോ പടിയിറങ്ങി വരുന്നത്? റിസൾട്ട് വന്നു. 10ാം ക്ലാസ് മെഡിക്കൽ കോളേജ് റിസൾട്ട്. 10ാം ക്ലാസ് പാസ്സാവാത്ത അമ്മച്ചി MBBS എഴുതിയെടുത്തോ? നന്നേ. എന്റെ മോളെ ലാബ് റിസൾട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന്റെ ഒന്ന് നോക്കിക്കാതെ എന്തുണ്ടെന്ന്. കൊളസ്ട്രോൾ 400. പിന്നെ 400 പിന്നെ എനിക്കില്ല 400. ഇത്ര എക്സസൈസ് ഒക്കെ ചെയ്യണം. എനിക്ക് 400 വരാൻ ഒരു ചാൻസും ഇല്ല. ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റാല് 5 മണിക്ക് ഹെൽത്ത് ക്ലബിലെത്തും. 6:30 വരെ ഞാൻ ഹെൽത്ത് ക്ലബിൽ എക്സസൈസാ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഇത് കഴിഞ്ഞ് എന്റെ തോട്ടം, അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെ കാര്യങ്ങൾ. ഇതൊക്കെ ഒരു മിനിറ്റ് ഞാൻ വെറുതെ ഇരിക്കാറില്ല. പിന്നെ എനിക്കാണ് കഴിക്കുന്നത്. അതെന്നോട് രാജീവ് പിള്ള പറഞ്ഞിട്ടാട്ടോ. രാവിലെ ഞാൻ 3 മുട്ടയുടെ വെള്ളം. അയ്യോ, രാജീവ് പിള്ള പറഞ്ഞാണെങ്കിൽ കണക്ക് 3 തന്നെയാണോ? പുള്ളി 25-30 ഞാൻ 3 മുട്ടയുടെ വെള്ളം കഴിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ ഓട്സ്, അതിന്റെ കൂടെ കുറച്ച് കറികൾ, 4 മണിക്കൊരു കട്ടൻ കാപ്പി, വൈകുന്നേരം 6:30 മണിക്ക് ഇത് ഇത്ര കഞ്ഞി ഒരിച്ച് ചെറുപയർ വളർത്തിയതും കഴിക്കണമല്ല. ഞാനും ഒന്നും കഴിക്കാറില്ല. ഇത്ര കഴിക്കുന്നുള്ളൂ. പക്ഷെ അത് അപ്പൊ കറക്റ്റ് ആയിരിക്കില്ല. അത് പക്ഷെ ഇതെന്തായാലും കറക്റ്റാ. കൊളസ്ട്രോൾ 400 ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അല്ല അമ്മച്ചി, ഇത് ഇപ്പൊ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിനൊന്നുമല്ല, ചിലരുടെ ശരീരപ്രകൃതമാണ്. അങ്ങനെ കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം ചെയ്യാം, രാജീവ് പിള്ള പറഞ്ഞത് മായ്ച്ചു കളഞ്ഞുതരാം. ഞാൻ വേറൊരു ഡയറ്റ് പറഞ്ഞുതരാം. പറഞ്ഞു കേക്കട്ടെ. രാവിലെ ഒരു ഇഡ്ഡലി. ആവശ്യമുള്ളൂ. രാവിലെ ഒരു ഇഡ്ഡലി. ഉച്ചക്ക് വേണമെങ്കിൽ ഒരു 2 സ്പൂൺ ചോറും 2 സ്പൂൺ ചോറ്, എന്തെങ്കിലും ബോയിൽഡ് വെജിറ്റബിൾസും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഗ്രീൻ ടീ ഒക്കെ കഴിക്കാൻ തോന്നുന്നു. പിന്നെ രാത്രി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പിളിന്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു ക്യാരറ്റിന്റെ പകുതി, അത്രേ കഴിക്കാൻ പാടില്ല. ജീവിച്ചിട്ട് അല്ല സത്യം ഇത് കഴിച്ച് ഇത്രയൊക്കെ ചത്തുപോയില്ലേ? കൊളസ്ട്രോള് 150 ഉള്ളൂ. അതൊക്കെ പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, പ്രായം ഇത്ര ആയില്ലേ? ഇരിക്കണമില്ല എന്നുള്ള ആപ്പിള് പോലെ. ഇതെങ്ങനെ സഹിക്കും നമ്മള്? കുറച്ചൊന്ന് ക്ഷീണിക്കട്ടെ, കുറച്ചൊന്ന് ഒന്ന് ഉടയാൻ വേണ്ടിട്ട് ഒരു ഡയറ്റ് പറഞ്ഞു കൊടുത്താ നന്നായില്ലേ? മലയാളി ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫ്ലോർ ടാസ്ക് ആണ്. നമ്മുടെ ഈ ഫ്ലോറിനൊന്ന് ജീവൻ വെക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ കണ്ടസ്റ്റൻസിനെ വേദിയിലേക്ക് വിളിക്കാൻ പോവാണ്. അപ്പൊ അടുത്ത ഫ്ലോർ ടാസ്കിന് വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ കണ്ടസ്റ്റൻസ് ഇവരാണ്: ദീപ, രാജി, ശ്രുതി, ലക്ഷ്മി ആൻഡ് മിനി. അപ്പൊ ഈ 5 പേരാണ് ആ ഒരു ഗംഭീര ടാസ്ക് ചെയ്യാൻ പോകുന്നത്. ടാസ്ക് എന്താ സഞ്ജു? നിങ്ങൾക്ക് ഇഷ്ട വിഭവം എന്താണ് പറയാം? ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും ഇഷ്ടം. ദീപയ്ക്ക് എന്താ ഏറ്റവും ഇഷ്ടം? ഇഡ്ലി സാമ്പാറും. രാജിക്ക് പാലപ്പം. 2 ദിവസത്തെ പണിയാ. അപ്പം മുട്ടക്കറി. ദോശ ചട്നി. പുട്ട് മുട്ടക്കറി. അവിടെ ഒരു പോയിന്റ്. എന്തായാലും നമുക്കിനി കൂടുതൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക. അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. സഞ്ജു, ഈ ടാസ്ക് കഴിഞ്ഞ് ഇതിന്റെ മാർക്സ് വരുന്നവരെ ഈ ഫ്ലോറിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. സഞ്ജു എവിടെയായിരുന്നു? അല്ല, ഞാൻ മറ്റു ചില പ്രശ്നങ്ങൾ എവിടെയായിരുന്നു? മറ്റു ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. ഈ പുട്ടുണ്ടാക്കാൻ വേണ്ടി പഞ്ചാര വേണോ എന്ന് അന്വേഷിച്ചു പോയതാണ് ഞാൻ. വേണോന്ന് ചോദിക്കാനാണോ? അതെ, പഞ്ചാരയുടെ കാര്യം മാത്രമല്ലടാ, ഇപ്പോഴും അശ്വതി അവിടെ നിന്ന് നിർത്തിയിരിക്കുക. ഞാൻ ചോദിച്ചു, പഞ്ചാര അടിക്കാൻ പോയതാണോ അതോ പഞ്ചാര വേണോന്ന് ചോദിക്കാൻ പോയതാണോ? അല്ല, 1000 നക്ഷത്രങ്ങൾക്ക് ഒരു തേങ്ങാപ്പൂള്, അതാണല്ലോ. 1000 നക്ഷത്രത്തിന് ഒരു തേങ്ങാപ്പൂള്. പാരയൊക്കെ ഇരിക്കുന്ന ഇവിടെ സൂക്ഷിച്ച്. തേങ്ങയാണ് സത്യം. അപ്പൊ നമ്മള് ടാസ്ക് പറയാൻ പോവാണ്. ഇതിനിടയ്ക്ക് ഇപ്പൊ ഇവര് പറഞ്ഞതിൽ നിന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും. പുട്ടുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മഹത്തരമായ ആ ടാസ്ക്. മലയാളിയുടെ എക്കാലത്തെയും ദ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുട്ടും പഴവും ചെറുപയറും പപ്പടവും ഒക്കെ ഉള്ള എന്താ ഒരു കോമ്പിനേഷൻ. അപ്പൊ അതുണ്ടാക്കാൻ അറിയാത്ത ഒരു മലയാളി വീട്ടമ്മ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അതിനൊരു കോമ്പറ്റീഷൻ കൊണ്ടുവരണമെങ്കിൽ അത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് ആരുണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഒരു തരത്തിലും ഉണ്ടാക്കി. അതാണ് ഫൈനൽ ടാസ്ക് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കി
എത്രയും പെട്ടെന്ന് ജഡ്ജസിന് മുമ്പിൽ ആവി പറക്കുന്ന പുട്ട് പ്രസന്റ് ചെയ്യണം. സോ അപ്പൊ നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അടിയറ പ്രവർത്തനങ്ങൾ പല രൂപത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള നീക്കങ്ങളാണ്, തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ. അതെ, തേങ്ങ മാത്രം വെച്ചാൽ മതി. കൈയൊക്കെ എങ്ങനെ നോട്ടെ. ഇവിടെ ഭയങ്കര ഫാസ്റ്റാണ്. പുഷ്പം പോലെ തേങ്ങയൊക്കെ പൊതിച്ചോണ്ട് പോകുന്നു. ദീപ തേങ്ങയെ തൊടുന്നില്ലേ, തന്നെ വരുമെന്ന് പറഞ്ഞു തേങ്ങ. ഇനി ഒന്ന് ഷെയർ ചെയ്തേ. ഇനിയും എനിക്ക് വേണ്ട തേങ്ങ പോയി കടയിൽ നിന്ന് മേടിക്കുന്ന ആളാണല്ലേ? അതെ, സഞ്ജുവിന് വെച്ചിരിക്കുക. അയ്യോ പ്ലീസ്. അത് കുഴപ്പമില്ല, സ്നേഹത്തോടെ പറഞ്ഞ സഞ്ജു എന്തും ചെയ്തു കൊടുക്കും. എന്നാ പരിപാടിയില്ല, എന്നാ പരിപാടിയില്ല. ബക്കറ്റ് വേണോ? ടെൻഷൻ അടിക്കുന്ന രാജി, റിലാക്സ് ചെയ്താൽ മതി. ഇവിടെ ഭയങ്കര ലീഡിലാണല്ലോ. എത്ര കുറ്റി പുട്ട് വേണമെന്ന് ഇവിടെ പറഞ്ഞാൽ മതി. തേങ്ങ ശരിക്കും പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. സാരമില്ല, സാരമില്ല. നമുക്ക് ആവശ്യമുള്ള തേങ്ങ എടുക്കുക, അത്രേ ഉള്ളൂ. തേങ്ങ നല്ലോണം വേണ്ടി വരും. ലക്ഷ്മി, അവസാനം അത് സംഭവിച്ചിരിക്കുകയാണ്. തേങ്ങ പൂവൻ കോഴിയെ പോലെ ഇരിക്കുന്നു. അയ്യോ, രാജി. ഓ രാജി, നമ്മുടെ ദിറംസിൽ അവിടെ എത്ര ദിറംസ് ആണ് തേങ്ങയ്ക്ക്? തേങ്ങയ്ക്കോ ഇപ്പൊ ഒന്നും കൺവേർട്ട് ചെയ്യാൻ സമയമില്ല. അതെ 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 അല്ലേ? അതെ അതെ. ദീപ നേരത്തെ പൊടിയൊക്കെ നനച്ച് സെറ്റ് ചെയ്ത് വെക്കാനുള്ള പ്ലാനാണ്. അപ്പോഴാണ് പുട്ട് കുറച്ചും കൂടെ സോഫ്റ്റ് ആവുക. അതും ചൂടുവെള്ളത്തിലാണ് നനയ്ക്കുന്നത്. ഇത്രയും തേങ്ങയൊക്കെ പോരെ? മൊത്തം തിരുമണം. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരട്ടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുഴപ്പമില്ല, ഇവിടെ ഇഷ്ടംപോലെ ചിരട്ടി കൂടെ രക്ഷപ്പെട്ടോ ശ്രുതി. പതിവ് പോലെയല്ല, വേഗത്തിലാണ്. പിന്നെ ഇന്ന് കുറച്ച് വേഗത്തിലാണ്. നെല്ലപ്പൊക്കെ മാറ്റി വെച്ചു. എന്തായാലും സഞ്ജുവിന്റെ അത്ര തേങ്ങ ചെരവാൻ ആർക്കും പറ്റുന്നില്ല കേട്ടോ. സഞ്ജു തന്നെയാണ് കേട്ടോ. ഒരു മൈ ഗോഡ്, കണ്ടു മനസ്സിലാക്കട്ടെ അവര്. അതെ അതെ, കണ്ടു മനസ്സിലാക്കട്ടെ അവര്. പപ്പടം കാച്ചാനുള്ള എണ്ണയൊക്കെ അവർ നോക്കിയിരുന്ന് ചിരിക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെ ചെയ്താലാന്നറിയ. ഇനി പുട്ട് വേവിക്കണം, ഒരടുപ്പേ ഉള്ളൂ. പുട്ട് വേവിച്ചിട്ട് വേണം ഇനി പയറിന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാൻ, പപ്പടം കാച്ചാൻ. ഇതൊക്കെ പണിയാ. ലക്ഷ്മിയാണ് ആദ്യം വെള്ളം വെച്ചിട്ട് പോയതല്ലേ? അത് വളരെ ബുദ്ധിപരമായ നീക്കമായിരുന്നു. ഇവിടെ എല്ലാം സെറ്റ് ആയി കഴിഞ്ഞു കേട്ടോ. പുട്ട് കുറ്റിയിൽ കയറി കഴിഞ്ഞു. ശ്രുതിയാണ് ഇപ്പൊ ലീഡ് ചെയ്യുന്നത്. ശ്രുതിയുടെ പുട്ട് കുറ്റിയിലായി. ഇനി എങ്ങനെ പുറത്തു വരും നമുക്ക് നോക്കാം. പേടിയാവണു കണ്ടിട്ട്. ഇതിപ്പോ എന്തോ ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കണ പോലെ അത്ര വലിയ കൃത്യതയോടെ കരുതലോടെയാണ് ഓരോ കാര്യങ്ങൾ ഒരു മൂവ് ചെയ്തോണ്ടിരിക്കണേ. അതെ, ഇവിടെ അടുത്ത പുട്ട് കുറ്റിയിലായിട്ടുണ്ട്. മിനി, എല്ലാവർക്കും ഒരു സസ്പെൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എത്ര പേരുടെ പുട്ട് പൊടിയാതെ എവിടുന്നോ ആവിയൊക്കെ വന്നു തുടങ്ങിട്ടോ. പൊടിയാതെ കിട്ടുമെന്നോ നോക്കണ്ടേ. ഈ പുട്ടുപൊടിയൊക്കെ നനയാൻ കൊതിച്ച പോലെ ഉണ്ടല്ലോ. ഇനി എനിക്കൊരു എന്നോട് കളിക്കല്ലേ അടക്കം മുട്ടേ. നിങ്ങള് മുട്ടാണെങ്കിൽ ഞങ്ങള് മുട്ടും കുറ്റിയാണ്.
നിങ്ങള് പുട്ടാണെങ്കിൽ നമ്മള് പുട്ടും കിട്ടിയാനേ. ഇനി എനിക്കൊരു അത് കളിക്കിട്ടോ. ഇനി എനിക്കൊരു സസ്പെൻസ് പറയാനുണ്ട്. പാട്ട് പാടി. ഒരു സസ്പെൻസ് പറയാനുണ്ട്. ആ ഒരു പുട്ടിന് ചില്ല് കളഞ്ഞിട്ടുണ്ട്. ചില്ല് കളഞ്ഞിട്ടുണ്ട്. ചില്ല് കളഞ്ഞിട്ടുണ്ട്. ആരുടെയാണെന്ന് പറയണം. ജഡ്ജസിന് ഇന്ന് ചപ്പാത്തി മതിയോ എന്ന് ചോദിക്കുന്നു. ഒരു ചെറിയ ആരും ശ്രദ്ധിക്കുന്നില്ല. നീബ ഒരു ചില്ല് കളഞ്ഞിട്ടുണ്ട്. എല്ലാരും വളരെ കോൺഫിഡൻസോടുകൂടി മുന്നേറുകയാണ്. ആരുടെ ഒരു ചില്ല് ഇല്ല. ഭാവി വരാത്തപ്പോ നോക്കിക്കോണോ. ഒരു ചില്ലിന്റെ കയ്യിലുണ്ട്. ഒരു ചില്ലിന്റെ കയ്യിലുണ്ട്. കടം മേടിച്ചോണ്ട് വന്ന ചില്ലാണ്. ഇവരുടെ ആരുടെയും ചില്ലല്ല. പക്ഷെ മോളിൽ കൂടെ വന്നോളൂ. പോരാ എല്ലാവരുടെയും 90% പൊടിഞ്ഞു പോകും. സത്യം പറഞ്ഞ ഈ പുട്ടൊക്കെ ഇത്രയും വേഗം ഒരു സംഭവമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. നനഞ്ഞില്ല. ഞാനൊരു കുറ്റിയൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വന്ന് നോക്കണേ. ഒരു ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ട് പുട്ട് കൂടത്തിലിട്ടാൽ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് ആയി. ഭയങ്കര ടേസ്റ്റാണ്. പെൺകുട്ടികൾ ഉണ്ടായിട്ട് ഒരാണ് വേണ്ടി വന്നു ടിപ്പ് എപ്പോഴും അത് അങ്ങനെയാണ്. സഞ്ജു ആണ് നമ്മുടെ ഇവിടുത്തെ ഗ്രഹനാഥൻ. അതായത് ഫ്ലാറ്റും കാറും എനിക്ക് തന്നെയാണ്. ഒന്നാലും ശരി. ഇവിടെ പുട്ടായോ? ഈശ്വര, പുട്ട് റെഡിയായി. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇവിടെ പുട്ട് റെഡിയായി. പക്ഷെ ഇനി പയറുണ്ട്, പപ്പടം ഉണ്ട്. ഭയങ്കര സ്ട്രാറ്റജിക്കൽ മൂവ് ആണ് ശ്രുതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രുതിയുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. പല പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പടം പടപടം കളകയിൽ കളകളയിൽ കളകളം പപ്പടം കാവിലുള്ള പപ്പടം അയ്യോ പാപ്പുപോയി പൊടി പൊടി പപ്പടം. അയ്യോ, ഈ പാട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡാൻസ് കളിച്ചിട്ടുണ്ട്. സത്യമായിട്ടും ഇതെന്താ ഈ 3 പപ്പടം? അവരെ 3 പേരെ നോക്കിയിട്ടാണോ? ഞങ്ങളൊന്നും പപ്പടം കഴിക്കില്ലേ സഞ്ജു? ഞാൻ വെറുതെ കണ്ടോ, എല്ലാരും 3 പപ്പടം കറക്റ്റ് കാച്ചി വെച്ചിരിക്കുന്നു. നീവ ഒരു പപ്പടം എക്സ്ട്രാ കാച്ചണേ പ്ലീസ്. ആദ്യത്തെ പുട്ട് വന്നു, നടുവേ പിളർന്ന് 2, 3, 16, 10, 25, 35 കഷ്ണമായിട്ടുണ്ട്. അയ്യോ, അമ്മച്ചി ഇത് ആദ്യമേ പറഞ്ഞതാണ്. പുട്ട് പുറത്തേക്ക് വന്നെങ്കിൽ ഹൃദയം പിളർന്ന് വീണു. രതീഷ് എഴുന്നേറ്റ് നിൽക്കൂ. രതീഷ് എഴുന്നേറ്റ് നിൽക്കൂ. രതീഷ്, ആ അവസ്ഥയാണ് പുട്ടുകൾക്ക്. അമ്മച്ചി വരുന്നതാണ് എല്ലാവർക്കും പേടി. എങ്ങനെ പേടിക്കായിരിക്കും? അത് തന്നെ, ഈ പരീക്ഷ നമ്മൾ എഴുതുമ്പോഴേ ഉത്തരം അറിയാതെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് പുറകെ വന്ന് നിൽക്കില്ലേ, അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ABCD എഴുതി വെക്കും. ആ ഒരു ഫീലാണ്. അമ്മച്ചി വരുമ്പോഴാണ് എല്ലാവരും ഇരുന്ന് പഠിച്ചു. ഇതിനൊക്കെ 2 മിനിറ്റ് കൂടെ ഉള്ളൂ. 2 minutes. എല്ലാരും ഓൾമോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഫൈനൽ ടാസ്ക് എല്ലാരും ഓർക്കണം. പുട്ടും പയറും പപ്പടവും പഴവും കൂടെ അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ടിരണം. ബാക്കി എല്ലാവരുടെയും പുട്ടുപ്പഴം കുറ്റി കിടക്കുന്നേ. അടുത്ത പുട്ട് റിലീസ് ആവാൻ പോകുന്നു. അടുത്ത പുട്ട് റിലീസ് ആവാൻ പോകുന്നുണ്ട്. അടുത്ത പുട്ട് പുട്ടായിട്ട് വന്നു. അടുത്ത റിലീസ് പോരട്ടെ. പുട്ടേവാ പുട്ടിന്റെ പൊടിയേവാ വാ വാ പുട്ടേവാ പുട്ടിന്റെ പൊടിയേവാ. അടുത്ത പുട്ട്
ഒരു അരക്കുറ്റി പുട്ടോട് പുറത്ത് വന്നിട്ടുണ്ട്. ഡയറ്റിലാണ്. പുട്ടേ വാ പുട്ടിന്റെ പൊടിയേ വാ പുട്ടേ ഇത് സോഫ്റ്റ് ആണ് പുട്ട്. പൊട്ടിക്കാതെ ഇത് നനഞ്ഞിട്ടില്ല പുട്ട്. കരിഞ്ഞു പോയിട്ട് ഹാർഡാണ് നിപ്പ. ഇതും സോഫ്റ്റ് ആണ്. ഇത് ലക്ഷ്മിയുടെ. ആ പുട്ടുകുറ്റിക്ക് ഇത്രയും നീളമുണ്ടോ? എനിക്കത് ഇഷ്ടപ്പെട്ടു. റാ ഷേപ്പില് ഞാൻ പുട്ടൊക്കെ നേരെ ഇരുന്ന കുറ്റി ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് മറ്റേ റെയിൽവേ പാളം പോകുന്ന മാതിരി ഇങ്ങനെ വളഞ്ഞു പോകുന്നു. ഇത് നനയ്ക്കാത്ത പുട്ട് പോലെ തോന്നുന്നു. പുട്ടുണ്ടല്ലോ പിന്നെന്തിനാ വാ പുട്ടേ വാ പുട്ടിന്റെ പൊടിയേ വാ. എല്ലാവരുടെ പയർ നല്ല ടേസ്റ്റ് ആണ്. പുട്ട് പക്ഷെ എനിക്ക് ഈ പ്ലേറ്റിലെയും അതായത് ഇത് ലക്ഷ്മിയുടെയും ഇത് മിനിയുടെയാണ് പുട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ പ്രസന്റ് ചെയ്യുമ്പം നമുക്ക് പറഞ്ഞ പ്രകാരം പുട്ട്, പയറ്, പപ്പടം, പഴം ഇതെല്ലാം വേണം. പുട്ട്, എല്ലാം ഉണ്ട്. പയറ്, പപ്പടം, പഴം എല്ലാത്തിലും എല്ലാം ഉണ്ട്. പുട്ട് സോഫ്റ്റായി വന്നിരിക്കുന്നതും കറി എല്ലാവരുടെയും ടേസ്റ്റാണ്. പക്ഷെ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടുമാണ് ക്വാളിഫൈ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നമ്മൾ ഈ കാണുമ്പം ഈ പറഞ്ഞവര് അഞ്ചും ഇവിടെ നിന്ന് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അഞ്ചും 5 വിധത്തിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പയറാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. സോ ആ കാര്യം ഇറ്റ് ലുക്സ് ഗുഡ്. 5 വീട്ടിൽ 5 വിധത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് നമുക്ക് പ്രാവശ്യം അഞ്ചു എന്ന് പയർ 5 ആൾക്കാർ അങ്ങനെ പറയേണ്ടി വരും. പക്ഷെ എനിക്ക് കുറച്ചുകൂടി എക്സെപ്റ്റ് ഈ ചില്ലിയുടെ ആവശ്യമില്ല. പക്ഷെ ഒരു ഗ്ലാമറിന് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതെ അതെ, ചില്ലി ഭംഗിക്ക് വെക്കുന്നത് യെസ് ഓഫ് കോഴ്സ്. പക്ഷെ കുറച്ചുകൂടി ഒരു ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ദിസ് ഇസ് മച്ച് ബെറ്റർ. സോ മിനിയുടെ ഒരു എന്താ പറയുക ഡിസ്പ്ലേ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ എടുത്തു നോക്കിയാൽ അറിയാം ഒരു കരിവേപ്പിലയുടെ ഒരു സ്ട്രിങ്, പിന്നെ ഒരു മുളകൊക്കെ പേർപ്പസ്ഫുള്ളി ഇട്ടിരിക്കുകയാണ്. അല്ലാതെ അത് എടുത്തപ്പോൾ കിട്ടിയതല്ല. അത് കണ്ടാൽ മനസ്സിലാവും ഇനി. അപ്പോൾ അത് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. 2 പഴം, അങ്ങനെ ഒരു ടോട്ടാലിറ്റി കുറച്ചുകൂടെ ഭംഗിയായിട്ട് മിനി ചെയ്തിട്ടുണ്ട്. വേറേസ് ഇൻ ലക്ഷ്മി ലക്ഷ്മിയുടെ ഒരു കണ്ടെയ്നറിൽ ആവശ്യത്തിൽ എനിക്ക് ആ റാ ഷേപ്പ് ഇപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ ഒരു കാലത്തും പുട്ട് റാ ഷേപ്പിൽ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ, എല്ലാം നേരെ പോകുന്നാണ് പുട്ടിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷെ ഇവിടെ റാ ഷേപ്പ് അല്പം വളഞ്ഞാണ്. അതെ അതെ. അത് മാത്രമല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴേ ഈ പഴം പുട്ടിനെ ഇങ്ങനെ തള്ളി ഇതുമാതിരി തള്ളി. നിങ്ങളുടെ എല്ലാവരുടെയും കറി ഭയങ്കര ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. പപ്പടം കാച്ചിയതും ബാക്കി എല്ലാം കറക്റ്റ്. ഈ പുട്ട് നനയ്ക്കുന്നതിലുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഇത്രയും ഈ ഒരു ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് ചെയ്ത ആ ഒരു തിരക്കിന് ആരും നമ്മൾ ഇത്രയും സ്പീഡിലൊന്നും ആരും ചെയ്യില്ലായിരിക്കും വീട്ടിൽ. അപ്പം അതുകൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതർവൈസ് എവറിത്തിങ് ഇസ് വെരി ഗുഡ്. സഞ്ജുവിന് നേരത്തെ ഒരു തല്ല് കൊടുക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോ കൈ ഇങ്ങനെ ഓങ്ങി വന്നായിരുന്നു. തീരുമാനമാക്കണമെന്ന് ഓർത്താ അത് മിക്കവാറും തീരുമാനമാകും ഈ ഒരു ഇത് കഴിയും. ക്ഷമിച്ചതാ. അല്ല, ഭാവി പോലീസുകാരിയാണ്.
അതിന്റെ പോലീസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല അതിന്. എന്തായിരുന്നു കയ്യിലുണ്ടായിരുന്ന ആ ഒരു റോഡുമായിരുന്ന ഒരു സാധനം, ഒരു തവിയായിരുന്നോ? പപ്പടം കുത്തിയല്ലേ? പുട്ടുകുത്താനുള്ള കോലായിരുന്നോ? ഇടയ്ക്കിടയ്ക്ക് പക്ഷെ അതെന്തിനാ സഞ്ജുനെ കാണിച്ചേ? ഇടയ്ക്കിടയ്ക്ക് പുട്ട് തരാമോ, പപ്പടം തരാമോന്ന് പറഞ്ഞു. അല്ല, അതല്ല, അതിനല്ല പറഞ്ഞത്. അത് ഞാൻ പിന്നെ പറയാട്ടോ. ഇല്ല, ഇപ്പൊ പറയണം. ഇത്രയും സംസാരിക്കാൻ പറ്റുന്നതാണ് ഇവിടെ പറയണം. എന്താണ് ഈശ്വര? അല്ല പറ. സഞ്ജു, അല്ലല്ല സഞ്ജു, ഒരാള് ഒരു ആക്ടിവിറ്റി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ആ സാധനം ഇങ്ങനെ പുറത്തേക്ക് വന്നത് കൊണ്ടിരിക്കുകയായിരുന്നു. ഡിഗ്ഡിന്നൊരു സാധനം സംഭവിച്ചു. അപ്പൊ സഞ്ജു ഒരു കമന്റ് പറഞ്ഞു. അതെന്തായിരുന്നു? എനിക്ക് അപ്പൊ തന്നെ തല്ലിക്കൊല്ലണമെന്ന് ഓർത്ത പിന്നെ ഞാൻ അത് പുറത്തു വരട്ടെ. അല്ല, ഒരു കുറ്റിയായിട്ട് വരേണ്ടത് 2, 4, 25, 26 കഷ്ണങ്ങൾ. ഞാൻ നോക്കിയപ്പോ ആ പുട്ടൂറ്റിക്ക് അതൊന്നും പുട്ടൊക്കെ ഇറങ്ങി ഓടുന്നു കേട്ടോ. ഞാൻ തല്ലിക്കൊല്ലട്ടെ എന്ന് ഓർത്തവന് ക്ഷമിച്ച ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നല്ലോ. അല്ലേ സഞ്ജു, അത് നമുക്കൊരു നെഗറ്റീവ് മാർക്കായിട്ട് കൂട്ടണോ? സഞ്ജു വേഗം പറഞ്ഞോളൂ. വേണ്ട കിടന്നുണ്ട്, കുട്ടി നല്ല കുട്ടിയാണ്, കുഴപ്പമില്ല. സഞ്ജു ഒരു പേടിയുണ്ടോ? അങ്ങനെ പുട്ടിന് മാർക്ക് ഇടാൻ പോകുന്ന ജഡ്ജസിനെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ജഡ്ജസ് എന്ന് പറഞ്ഞിട്ട് എന്റെ മുഖത്തോട്ട് മാത്രമേ എല്ലാരും നോക്കുന്നുള്ളൂ. അല്ല, കൂടുതൽ കഴിച്ച ആൾക്കാണല്ലോ കൃത്യമായിട്ട് പറയാൻ പറ്റുക. അവിടെ ഒരാൾ കൂടുതൽ കഴിച്ചിട്ടുണ്ട്, ക്യാമറയുടെ പുറകിൽ തിരിഞ്ഞു നോക്കുന്ന ആൾ. സഞ്ജു ഇത്ര നേരം ഇവിടെയായിരുന്നു. ഇത്രയും നേരം ഇവിടെയായിരുന്നു. ഞാൻ കഴിച്ച പുട്ടും കറിയും നിങ്ങൾ കണ്ടതാണല്ലോ, ഓൺ സ്ക്രീൻ ആണ്. എല്ലാത്തിന്റെയും ഓരോ സ്പൂൺ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ പ്ലേറ്റ് എങ്ങനെ ബോംബിട്ടതുപോലെ ആയെന്ന് മനസ്സിലായോ? അല്ല, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, ഇവരെങ്ങനെയാണ് ഓരോ സംഭവങ്ങള്. ദോഷം പറയരുത്, എല്ലാവരുടെയും പയറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടോ, എന്നെക്കാളും കൂടുതൽ ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് പറയണെങ്കിൽ എത്ര കഴിച്ചിട്ടുണ്ടാവണം? അതെ. സഞ്ജുന്റെ പേര് നമ്മൾ മാറ്റുകയാണോ? മാറ്റാം. ഇത്രയും പുട്ട് കഴിച്ച പുട്ടുറുമീസ്. സഞ്ജുന്റെ മീശയിലും താടിയിലൊക്കെ ഉണ്ട്. അതുണ്ടോ? ക്ലോസ് ഞാൻ നോക്കാൻ പറഞ്ഞു നേരത്തെ. ഇല്ലല്ലോ അല്ലേ? നമ്മള് നരയാന്ന് വിചാരിച്ച് വെറുതെ വിട്ടിരിക്കുകയായിരുന്നു. പുട്ടായിരുന്നല്ലേ? അത് ബാലനര. അതെ, ഈ ഭാഗ്യത്തിന്റെ ഒക്കെ ചിഹ്നമായിട്ട്. അപ്പൊ മാർക്ക് പറയട്ടെ. ഞാൻ നിബയുടെ മാർക്ക് പറയാം. 50 on 100. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. എഫേർട്ട് എല്ലാവരും എടുത്തത് സെയിം ആട്ടോ. എല്ലാവരും ഈക്വൽ സെയിം എഫേർട്ടാണ് എടുത്തത്. പക്ഷെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ പറ്റിപ്പോയി. രാജി, മാർക്ക് 45. ഓക്കെ മാം. ജോ ഇത്തവണ ടേസ്റ്റാണ് നോക്കിയെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്പ്ലേയും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ സാധാരണ മാതിരിയല്ല. എല്ലാവരുടെ ടേബിളും ഭയങ്കര മെസ്റ്റപ്പാണ് ഇപ്രാവശ്യം. സാധാരണ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്, വേസ്റ്റൊക്കെ വേസ്റ്റ് ബോക്സിൽ ഇടാറുണ്ട്, ചിലവ് ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്, ടേബിൾസ് വൃത്തിയാക്കാറുണ്ട്. ഇത്തവണ ചിലപ്പോൾ സമയം കുറഞ്ഞു പോയതിൻ്റെ ആവാം, പിന്നെ ഈ പറഞ്ഞ മാതിരി പുട്ട് ഇത് ഇത്രയും ഡിസ്പ്ലേ ചെയ്തെടുത്ത് ഇങ്ങോട്ട് വരണം എന്നുള്ളത് കൊണ്ടാവാം. ഇത്തവണ ടേബിൾസ് എല്ലാവരുടെയും ഒരു നോട്ട് സോ ഗ്രേറ്റ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം എല്ലാവരും കുറച്ച് മെസ്റ്റപ്പായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ മാർക്സ് തരുന്നത്. ശ്രുതിക്ക് 49 out of 100. ലക്ഷ്മിക്ക് 65 out of 100. താങ്ക് യു. മിനിക്ക് 62 out of 100. താങ്ക് യു. നമ്മുടെ ഈ ഒരു പുട്ട്, പയറ്, പഴം, പപ്പടം അല്ലെ, എല്ലാം പായാണല്ലോ. കണ്ടോ, അത് ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചേ. അപ്പൊ ആ ഒരു ടാസ്ക് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയിട്ടുള്ളത് ലക്ഷ്മിക്കാണ്, 65 out of 100. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജസ്നയുടെ ഒരു ഔട്ട്ഡോർ ടാസ്ക് ആണ്. യെസ്, നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ജസ്ന. എൻ്റെ പേര് ജസ്ന ജസ്റ്റിൻ കുരിശിങ്കൽ. ഞാൻ ജെറ്റ് എയർവേസിൽ ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്തു. സബീൽ ഇൻ്റർനാഷണൽ ഏവിയേഷൻ അക്കാഡമിയിൽ ട്രെയിനറായിട്ട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. 3 വർഷമായി ഇവിടെ. ഞാനൊരു നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്നൊരു കുട്ടിയാണ്. എന്നെ സംബന്ധിച്ച് ഒരു എയർ ഹോസ്റ്റസ് എന്ന് പറയുന്നത് ശരിക്കും വളരെ വലിയൊരു ഡ്രീം ആയിരുന്നു. പക്ഷെ അതെനിക്ക് നേടിയെടുക്കാൻ പറ്റിയത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, എൻ്റെ ഫാമിലിയുടെ ബിഗ് സപ്പോർട്ട്. രണ്ടാമത് എൻ്റെ വിൽ പവർ. ചേച്ചി എത്ര അടിച്ചുപൊളിയാണെങ്കിലും ഇതിനെല്ലാം ഉപരി ഒരു നല്ല വീട്ടമ്മ കൂടെയാണ്. ഒരു പെൺകുട്ടിയുടെ പരിമിതികൾക്ക് അപ്പുറമാണ് അവളുടെ പ്രവൃത്തി. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു വ്യക്തിക്ക് എവിടെ നിന്ന് എനർജി കിട്ടുന്നെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ചേച്ചിയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിങ്.
ചേച്ചിയുടെ ഡ്രൈവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ എങ്ങോട്ട് വേണമെങ്കിലും ചേച്ചി കൊണ്ട് എപ്പം ചോദിച്ചാലും ഷീസ് റെഡി. ഏത് രാത്രിയാണെങ്കിലും ഏത് വെളുപ്പിനെയാണെങ്കിലും ഏത് വഴി കൂടെ ആണെങ്കിലും ഷീൽ ഡ്രൈവ്. എൻ്റെ ഏറ്റവും വലിയൊരു ക്രേസാണ് ഡ്രൈവിങ്. ശരിക്കും പെൺകുട്ടികളൊക്കെ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നമുക്കൊരു ആവശ്യത്തിന് പുറത്ത് പോകണമെങ്കിലോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ മക്കളെയും കൊണ്ട് കറങ്ങാൻ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആവശ്യത്തിന് പോകണമെങ്കിലോ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഡ്രൈവിംഗ് അറിയാമെങ്കിൽ. എനിക്ക് മമ്മാനെ ഭയങ്കര ഇഷ്ടമാണ്. I love you, I love you, I love you, മമ്മി. കുഞ്ഞിനെ എന്ന് നന്നായിട്ട് നോക്കുന്നത് അറിയാം. ഞങ്ങൾ വഴക്കിട്ടാൽ പോലും ചേച്ചി വഴക്കിടത്തില്ല. എന്നാൽ ആവശ്യമുള്ള കാര്യത്തിന് ചേച്ചി വഴക്കിടുകയും ചെയ്യും. അത്ര നന്നായിട്ടാണ് കുഞ്ഞിനെ നോക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചേച്ചി നോക്കുകയും ചെയ്യും. എനിക്ക് കുഞ്ഞുണ്ടായ സമയത്ത് ഞാനൊരു ബ്രേക്ക് എടുത്തിരുന്നു ഈ ജോലിയിൽ നിന്ന്. ആ സമയത്ത് ഞാൻ ശരിക്കും എല്ലാവരും വണ്ണം വയ്ക്കുന്ന പോലെ തന്നെ ഞാനും വണ്ണം വെച്ച് കുഞ്ഞിനെ നോക്കി വീട്ടിലിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ജോലിയിലേക്ക് തിരിച്ച് ഒരു ചലഞ്ചായിട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ തിരിച്ച് കയറിയത്. ഞാനൊരു 20-25 കിലോളം കുറച്ച് ഞാൻ തിരിച്ച് ജോലിയിൽ കയറിയപ്പോൾ എനിക്കുണ്ടായ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും വലുതാണ്. എനിക്ക് തോന്നുന്നു ഏതൊരു പെൺകുട്ടിക്കും അവർക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ഇഫ് യു ഹാവ് വിൽ പവർ അത് നേടിയെടുക്കാൻ ഒരു വിഷമം ഉണ്ടാവില്ല. ഇഫ് യു ഹാവ് സപ്പോർട്ട് ആസ് വെൽ. പേഴ്സണൽ ലൈഫിൽ പുള്ളിക്കാരി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിലും she have fought and trying to win forward. മമ്മായിക്ക് ഫ്ലാറ്റ് കിട്ടും ഉറപ്പാണ്. ചേച്ച, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ജസ്ന മാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ മോൾക്ക് ഞാൻ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളു. മാം, ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഷോ. നമ്മുടെ കൂട്ടത്തിലാകെ മരുന്നിനുള്ളൊരു എയർ ഹോസ്റ്റസ് ആണ് സുന്ദരിയായ വീട്ടമ്മ. സഞ്ജു, ഞാൻ അറിഞ്ഞില്ലായിരുന്നു സഞ്ജു അറിഞ്ഞില്ലായിരുന്നെന്ന്. ഞങ്ങൾ വളരെ വൈകിയാണ് അറിഞ്ഞത്, പക്ഷെ എന്നാലും അറിഞ്ഞു. അപ്പോൾ ഒരു എയർ ഹോസ്റ്റസിന് പറ്റിയൊരു ടാസ്ക് ആയിരിക്കും എന്തായാലും കൊടുക്കുന്നതെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അറ്റ്ലീസ്റ്റ് ഒരു സ്കൈ ഡൈവിംഗ് എങ്കിലും കൊടുക്കുന്നതാണ് അല്ല സഞ്ജു? അതെങ്കിലും കൊടുക്കണ്ടേ? അത് വേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ടാസ്ക് എക്സ്പെക്ട് ചെയ്തോണ്ട് നമുക്ക് സ്ക്രീനിലേക്ക് നോക്കാം. എന്ത് തോന്നുന്നു നമ്മുടെ ഈ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട്? എന്തോ ഒരു പണിയാണെന്ന് മനസ്സിലായി. ഞങ്ങളെ പറ്റി അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ടാസ്ക് അല്ലേ, ഡെഫിനറ്റ്ലി വീട്ടമ്മയുടെ ടാസ്ക് അല്ലേ, എന്തായാലും എളുപ്പമാവില്ല. അപ്പൊ ചേച്ചി ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാ എനിക്കൊരു ചായ ഉണ്ടാക്കി തരിക, നല്ലൊരു അടിപൊളി ചായ. അപ്പൊ ചേച്ചിക്ക് അതിന്റെ സ്റ്റെപ്സ് ഒക്കെ അറിയാം. ചായ, പാലും വെള്ളവും തേയിലപ്പൊടി ആവശ്യത്തിനിട്ടിട്ട് അടിച്ചെടുക്കുക, അതുവരെ അറിയാം. പ്രൊഫഷണൽ ആണ്. ഇതാണ് നമ്മൾ പറയുന്നത് ആലപ്പുഴക്കാരന്. അപ്പം ചായ ഉണ്ടാക്കി തരുമ്പോൾ ചേച്ചി, എനിക്ക് ഈയിടെയായിട്ട് ഭയങ്കര പനിയായിരുന്നു, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ച് എൻ്റെ ആരോഗ്യമൊക്കെ അങ്ങ് ക്ഷയിച്ചിരിക്കുകയാണ്, എനിക്ക് ജൈവപാലിലുള്ള ചായ വേണം, നല്ല ജൈവമായ പാലിലുള്ള. നമുക്കിവിടെ നല്ല അടിപൊളി കാമധേനുക്കൾ ദാ ഐശ്വര്യവതികളായി നിൽക്കുന്നു. ശിവനെ കറക്കുക എന്നുള്ളതല്ല നമ്മുടെ ടാസ്ക്. നമ്മുടെ ഇവിടെ ഒരു നല്ല ജീവനുള്ള ഓജസ്സും തേജസ്സും ഉള്ള ഒരു പശു നിപ്പുണ്ട്. അതിനെ നല്ല നീറ്റായിട്ട് കറന്ന് പാലെടുത്ത് നല്ല നീറ്റായിട്ട് തന്നെ കറക്കണം. അതായത് അതിൻ്റെ ഒരു സയൻറ്റിഫിക് മെത്തേഡ് ഉണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കറക്കുന്നത്. നല്ല വൃത്തിയായിട്ട് കറന്നെടുത്തിട്ട് ആ പാലുകൊണ്ട്, അതായത് ഇച്ചിരി പാലെടുത്താൽ പോരാ, നമ്മുടെ എൻറ്റയർ ക്രൂവിന് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാല് കറന്നെടുത്ത് നല്ല രീതിയിൽ ചായ ഉണ്ടാക്കി കറന്ന് പാലിൽ പശുവിന് കറന്ന് ചായ ഇടുന്നോണ്ട് പിന്നെ എനിക്കിത് ഇതൊരു സിമ്പിളാണ്. പക്ഷെ അത് മിൽമയുടെ പശുവാണെന്ന് മാത്രം നമുക്കറിയാം. ഓക്കെ, നമ്മുടെ ഇതിൻ്റെ കൂടുതൽ ശാസ്ത്രീയ വശങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇരുമ്പനത്തിൻ്റെ സ്വന്തം വിനിച്ചേട്ടനുണ്ട്. വിനിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ പശുക്കളൊക്കെ മക്കളെ പോലെയാണ്. അപ്പോൾ വിനിച്ചേട്ടനോട് ചോദിക്കാം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ ചെന്ന് തടവണം. ഓക്കെ, ഈ ബക്കറ്റും കൊണ്ട് ചെന്നാൽ മതി. അകിട് എങ്ങനെ കഴുകും? നല്ലോണം വെള്ളം അടിച്ച് സോപ്പൊന്നും തേക്കണ്ട, എണ്ണ പുരട്ടണം അല്ലേ? എന്തെണ്ണ ചേട്ടാ ഉപയോഗിക്കാറ്? ആവണക്കെണ്ണ കഴിവിക്കോ? എന്നോടൊന്നും പറയണ്ട. അല്ല, ഞാൻ വിചാരിച്ചേ ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് തൂത്ത് വാരിയാലോ. ഇല്ല, ഞാൻ കഴിക്കോളാം. ഓക്കെ, അപ്പൊ നല്ല വാശിയേറിയ അകിട് കഴുകൽ മത്സരമാണ്. ചേച്ചി അല്പ സ്നേഹത്തിലേക്ക് വലിക്കൂ.
നന്ദിനി പാൽ ചുരത്തും. പാവം പാവം പശുവാണ്. ഞാനിപ്പം ഒരു കിക്ക്, ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഒക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. പക്ഷെ അത് ഏത് നിമിഷം പ്രതീക്ഷിക്കാട്ടോ, അതൊക്കെ കരുതി. അയ്യോ അനങ്ങി. അയ്യോ പാവം വേദന എടുക്കുന്ന ചേച്ചി. അതിലെന്തോ ടെക്നിക്ക് ഉണ്ടെന്ന് വിനിച്ചേട്ടൻ പറഞ്ഞിരുന്നു. തൊലിയും അകത്തെ ആ ഇതൂടെ ടച്ച് ചെയ്ത് പിടിക്കണം. ഇതിപ്പോ ശരിക്കും KPSC-ലുടെയൊക്കെ സിനിമകളിൽ കറക്കുന്ന പോലെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള പാൽ കറക്കലാണ്. തുടങ്ങിട്ടാ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? അത് നിറയെ വേണം എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ ഒരു പാത്രം കൂടെ കൊണ്ടുപോവാം. ചേച്ചി ഇപ്പൊ ഈ പാല് കറന്നു, നേരത്തെ എന്റെ തൊഴിലാക്കിയാലോ എന്ന് ആലോചിക്കാം. അപ്പൊ നമ്മുടെ പാൽ നാളെ തൊട്ട് ഞാൻ ചേട്ടനെ സഹായിക്കാൻ വരാം. പാൽക്കരി പെണ്ണേ, പാലൊന്ന് തായോ, പാലത്തിന്മേലെ ഒന്നുകൂടെ പാൽക്കിണ്ണം തായോ. പാലിലാണോ? കാശൊന്നുമില്ല, ഫ്രീ ആയിട്ട്. അതെ, അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ മോളിത് ഒഴിച്ചേ പറ്റുള്ളൂ. ഇത് ഞാൻ കഷ്ടപ്പെട്ട് കറന്നു വരാം. ഇത് എന്തോ ഇത് പുലിമുരുകൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഫ്ലവേഴ്സ് ടെലിവിഷന്റെ വീട്ടമ്മയുടെ സ്വന്തം പശു ജസ്നയാണ്. ജസ്ന ചേച്ചിക്ക് പാലൊക്കെ നല്ല അടിപൊളിയായിട്ട് കറക്കാൻ അറിയാം. ശുദ്ധമായ പശുവും പാല്. ഇത്രയും പാല് ദൈവമേ കറന്നെടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ വരും അല്ലേ? 1/2 ലിറ്റർ ഏതായാലും വരും. 1/2 ലിറ്റർ കൂടുതലുണ്ട്. അപ്പം ജസ്ന ചേച്ചിയുടെ ഈ ടാസ്ക് പൂർത്തിയായി. നമ്മൾ ഇനി ചായ ഉണ്ടാക്കാൻ പോകും. ഞങ്ങൾ വന്നു, ടാസ്കൊക്കെ കഴിഞ്ഞു. ഓടിവായോ. ഇനിയാണ് ചായയുടെ മെയിൻ സംഭവം. ഇഞ്ചി ഏലക്ക അങ്ങനെ ചായ കംപ്ലീറ്റ് ആവണമെങ്കിൽ ചായ അടിച്ചെടുക്കണം. മറിയാമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ. പറഞ്ഞല്ലേ ചായ വേണമെന്ന്. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ചായ. ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ തന്നെ ചെന്ന് പശുവിനെ കറന്ന് തന്നെ ചെന്ന് ചേച്ചി തന്നെ കറന്ന് നല്ല അടിപൊളി ഇത് ഇവിടെ ഓടി വന്ന് കഷ്ടപ്പെട്ട് വെയിലത്തുനിന്ന് ഓടി വന്ന് അപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത ചായ നന്നായിട്ട് അടിച്ച് പതയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാട്ടാ. മധുരം ഇച്ചിരി കൂടുതൽ, പക്ഷെ ചൂടുണ്ട്. നല്ല മധുരം നന്നായിട്ടുണ്ട്. എന്ന് വെച്ചാൽ കൂടുതലും നല്ല മധുരം. ഒന്നാമത്തെ ചോദ്യം, ആ പശു ഇപ്പൊ ഉണ്ടോ? ഇന്ന് വൈകിട്ട് ഞാൻ പോയി നോക്കാം. അല്ല ഇത് എങ്ങനെ സാധിച്ചു? അല്ല എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാം. എന്താ പണി? അതെ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതായത് ദോ ആപാത്കാലീൻ ദ്വാർ ആകെ ഓർ ദോ പീछे ഹവായി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഇത് എന്തായാലും ഒന്ന് ചെയ്ത് എങ്ങനെയാണ് ഇവർ ചെയ്യുന്ന ആക്ഷൻ എങ്ങനെയാണെന്ന് അവിടെ ചെയ്യുന്ന ഒന്ന് ചെയ്തുകൂടെ കാണിക്കണം. ഞങ്ങൾക്ക് അത്ര വിശ്വാസം വരെ എയർ ഹോസ്റ്റസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല നിങ്ങൾ അവിടെ നിന്നിട്ട് പറയില്ലേ മറ്റേ എന്താണ് ആദ്യം ഇൻസ്ട്രക്ഷൻസ് തരില്ലേ? പശുവിനെ ഞങ്ങൾ കണ്ടു. ഇനി അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. അതൊന്ന് കാണിക്കുക. മറ്റേ എനിക്ക് തോന്നുന്നു ആ കറവയുടെ സമയത്ത് മറ്റേ ഓക്സിജൻ മാസ്ക് മുകളിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ 2 വരി കാണിക്കുന്നു. എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. എനിക്ക് തോന്നിയതേ ആ പശുവിന്റെ കാലിന് എന്തോ പറ്റിയിട്ട് നല്ല തൊഴി ഉറപ്പായിരുന്നു. പിടിച്ചു വലിച്ച പാവം പശു. അല്ല അത് ആ പശുവിന് 1/2 ലിറ്റർ പാലേ കിട്ടുള്ളൂ. ഇല്ല, മുതലാളി എന്നാണ് പറഞ്ഞത്. ഞാൻ അത്രയും കറന്നപ്പോ ഞാൻ വേർത്ത് കുളിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു അത്രയും മതി, അത്രയും ചായക്കുള്ളതായി. ടെൻഷൻ എന്തായിരുന്നു അറിയോ, ഞാൻ ഇതുവരെ പശുവിനെ കണ്ടിട്ടുണ്ടെന്നുള്ളത് അടുത്തോട്ട് പോലും പോയിട്ടില്ല. ഇത് ടാസ്ക് കിട്ടിയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ പാല് കറന്ന് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ കേട്ടിട്ടുള്ളതേ, പശുവിനെ കറക്കാൻ പോകുന്നതിന് മുമ്പ് അതിന്റെ കാല് കെട്ടണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല തൊഴി കിട്ടും. ഇതെന്തോ ഭാഗ്യത്തിന് കിട്ടാതിരുന്ന അല്ലേ? അതെല്ലാ പശുവൊന്നുമില്ല. ആണോ? പക്ഷെ എന്നാലും അറിയാത്ത പശുവിനെ അത് തന്നെയല്ലേ പശുവിനെ കറക്കുമ്പോഴ് അതിന്റെ അറ്റത്ത് പിടിച്ചിട്ടല്ല, അതിന്റെ അകിട്ട് കയറി പിടിച്ച് വേണം പാലെടുക്കാനായിട്ട്. അപ്പൊ അവര് ചുരന്ന് തരും.
നമ്മൾ താഴത്തുനിന്നല്ല പിടിക്കുക, മുകളിൽ നിന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ മുകളിലേക്ക് കൈ കയറി പിടിക്കുമ്പോൾ അവിടെ നിന്ന് ചുരന്ന് പാല് പക്ഷെ അറിയാൻ മേലാത്ത പശു ഇത് തൊഴിക്കുമെന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്ത പശു റിസ്ക് എടുത്താട്ടോ. എയർ ഹോസ്റ്റസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത പശു. എയർ ഹോസ്റ്റസ് ആണ് പശുവിനെ അറിയില്ലല്ലോ. ആ കുട്ടി ചോദിച്ചത് എന്താ, സോപ്പിട്ട് കഴുകണമെന്നോ? സോപ്പിട്ട് കഴുകണോ? അതിലേക്ക് ഡെറ്റോൾ ഇട്ട് കഴുകണമെന്നും കൂടെ ചോദിച്ചായിരുന്നു. ഞാൻ ഈ വീട്ടമ്മ ഷോയില് വന്നപ്പം ഫസ്റ്റ് ഇൻട്രഡക്ഷൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എല്ലാവരെയും വെല്ലുവിളിക്കാം, ഇവിടെ എന്ത് ടാസ്കും ഞാനും ചെയ്യുന്നതാണ്. ഇത് കണ്ടുകൂടാ വെല്ലുവിളി ഞാൻ തിരിച്ചെടുത്തു. എനിക്കിത് ജീവിതത്തിൽ പറ്റില്ല. ഇല്ല മാം, പറ്റും പറ്റും. 1 കോടിയുടെ പ്രലോഭനം മുമ്പിൽ നിന്നല്ലെങ്കിൽ ആർക്കാണെങ്കിലും പറ്റും. പറ്റുമായിരിക്കും അല്ലേ, നോക്കാം. പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആ നിങ്ങളുടെ ദേവിയോ സജ്ജനോ അതാണ്. ദേവിയോ സജ്ജനോ ആ സംഭവം ഒന്ന് കാണിക്കൂ പ്ലീസ് പ്ലീസ് പ്ലീസ്. देवियों सज्जनों, आपकी सुरक्षा के लिए अब हम इस विमान पर उपलब्ध सुरक्षा उपकरणों पर एक डेमो पेश करेंगे. इसके लिए सामने खड़े कैबिन क्रू पर ध्यान दीजिए. കാണിക്കുമല്ലോ ആക്ഷൻ. ഞാൻ മൈക്ക് പിടിച്ചിരിക്കും അല്ലെങ്കിൽ കാണിക്കുന്നു. कुर्सी की पेटी इस तरह बांधी जाती है, कसने के लिए इस तरह और पेटी खोलने के लिए फ्लैप को इस तरह उठाया जाता है. कैबिन में हवा के दबाव में कमी होने पर यह नकाब स्वयं नीचे आ जाएंगे. अपने स्थान पर बैठे रहे और ऑक्सीजन का प्रवाह शुरू करने के लिए इसे अपनी ओर खींचिए और नाक मुंह ढककर सांस लेते रहे. എടാ കീച്ചി എന്ന് പറഞ്ഞാൽ വലിക്കാൻ എനിക്കിത് അറിയാവുന്നോണ്ട് ഞാൻ നേരത്തെ വിളിച്ചു. ബാക്കി ഒരു വഴി കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. आपातकालीन स्थिति में बाहर जाने के लिए दो द्वार विमान के पिछले भाग में, 4 द्वार ओवरविंग भाग में और 2 आगे की ओर है. फर्श पर लगी आपातकालीन बत्तियां आपको निकटतम निकास द्वार तक पहुंचाने में मदद करेंगे. അത് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. വേറൊരു സംഭവം ഉണ്ടല്ലോ, दूसरों की मदद करने से पहले. അത് നേരത്തെ അത് നേരത്തെ ഓക്സിജൻ മാസ്ക് വരുന്ന സമയത്ത് പറഞ്ഞോ? എഡിറ്റ് ചെയ്ത് സ്വയം അത് എഡിറ്റ് ചെയ്തു. അതായത് വല്ലവന്റെയും കാര്യം നോക്കാൻ പോകുന്നതിന് മുമ്പ് അവനവന്റെ കാര്യം നോക്കണമെന്ന് പറയും. എനിക്കറിയാം അത് അതൊക്കെ പിടിക്കുമെന്ന്. ഒരു ശരിക്കും ഒരു ക്ലാപ്പ് കൊടുക്കുക അല്ലേ, എയറോസ്റ്റസ് ആണെന്ന് തെളിയിച്ചതല്ലേ. നാട്ടിൻ പുറത്തുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ്. കാരണം അവരുടെ നിത്യജീവിതത്തിൽ വളരെ എളുപ്പം എന്നും നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ സിറ്റിയിലോട്ട് വരുമ്പം നമ്മൾ പാക്കറ്റ് പാല്, ടെട്രാ പാക്ക് പാല് ഒക്കെ കുടിച്ച് വളർന്ന് ജീവിക്കുന്നവർക്ക് ശരിക്കും ഇതൊരു ടാസ്കും തന്നെയാണ്, ഒരു പണി തന്നെയാണെന്ന് തന്നെ ഞാൻ പറയും. ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് ചെയ്തു ആക്ച്വലി. നന്നായിട്ട് ചെയ്തു. ഈ കണ്ടസ്റ്റൻസിൽ ആരെങ്കിലും പശുവിനെ കറന്നിട്ടുണ്ടോ? ഇല്ല, ശരിക്കും ഇതിലെ പല ടാസ്കും നമ്മൾ നോക്കിയാൽ ശരിക്കും ഒരു മലയാളി വീട്ടമ്മ, മലയാളി ആയിട്ടുള്ള വീട്ടമ്മ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ടാസ്കുകൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾക്ക് കാണുന്നവർക്ക് തോന്നും ഭയങ്കര ഈസിയാണ്, ഈ അമ്മിയിൽ അരയ്ക്കുന്നതും അല്ലെങ്കിൽ ആട്ടുകല്ലിൽ അരയ്ക്കുന്നതൊക്കെ കാണാനും ഒക്കെ ഭയങ്കര ഈസിയാണ്. പക്ഷെ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തവർക്ക് അത് ശരിക്കും ഒരു ടാസ്ക് തന്നെയാണ്. ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൾട്ട്. പക്ഷെ ശരിക്കും നല്ലോണം നല്ല ഭംഗിയായിട്ട് തന്നെ പാല് കറന്നെടുക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. ശരിക്കും നന്നായിട്ട് ചെയ്തു. വെരി ഗുഡ്. അപ്പൊ നമ്മുടെ കറവക്കാരിക്ക് എത്ര മാർക്ക് കൊടുക്കാം? അതിനു മുൻപ് എനിക്ക് അശ്വതി ഒരു റിക്വസ്റ്റ് തന്നിരുന്നു. അശ്വതിക്ക് പാരയല്ല. ഈ ഇപ്പൊ കണ്ട ഈ പ്രൊസീജിയറിനെ കുറിച്ച് സഞ്ജുവിന് എന്താണ് അഭിപ്രായം? സഞ്ജുവിന് ഒരു അഭിപ്രായം ഉണ്ട്. അതെ, സഞ്ജുവിന് നന്നായിട്ട് അറിയാവുന്ന അശ്വതി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ചോദിക്കണം എന്നും അശ്വതി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ചോദിച്ചു വളരെ നന്നായി. പശുവിനെ കറന്നിട്ടില്ല ഇതുവരെ. കണ്ടിട്ടുണ്ടോ? പശുവിനെ നോക്കിയിട്ടുണ്ട് വീട്ടിൽ. അല്ല എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. നോക്കിയിട്ടുണ്ടോ? പശുവിന് പുല്ല് കൊടുത്തിട്ടുണ്ട്, പശുവിനെ കുളിപ്പിച്ചിട്ടുണ്ട്, പശുവിനെയും നോക്കിയിട്ടുണ്ട്. ഗോമാത അല്ല ശരിക്കും സഞ്ജു സെൻട്രൽ നിൽക്കും. സഞ്ജു അതാണ് കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി എല്ലാരും സഞ്ജുവിന് ഇട്ട അപ്പൊ സെൻട്രിൽ നിൽക്കുക. അതാണ് അല്ല, ഇത് ഒരു എല്ലാരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പശു എല്ലാ വീട്ടിലും വേണം. എന്റെ വീട്ടിൽ പണ്ട് പശു ഉണ്ടായിരുന്നു. ഞാൻ പശുവിന് പുല്ല് കിട്ടുമായിരുന്നു, പശുവിനെ കുളിപ്പിക്കുമായിരുന്നു, ചാണകം വരുമായിരുന്നു. കറക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് അധികം ചെയ്തിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇത്രയും ആധികാരികമായിട്ട് പറയുമെങ്കിലും എന്റെ വീട്ടുകാർ അത്രയ്ക്ക് അങ്ങോട്ട് സമ്മതിച്ചിട്ടാണല്ലോ ഞാൻ ഇത് മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്രൂ ഒന്ന് വീട്ടിൽ പോയിട്ടൊന്ന് ചോദിക്കണമായിരുന്നു സഞ്ജുവിന്റെ ഇതൊക്കെ ശരിക്കും ചെയ്തിട്ടുണ്ട്. കാരണം ചെയ്തില്ലെങ്കിൽ അച്ഛനെ ചീത്ത വിളിക്കുമായിരുന്നു, അതുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ ശരി, ഇനി ജോക്സ് അപ്പാർട്ട്, ക്വസ്റ്റ്യനിലേക്ക്, ആക്ച്വൽ റിയൽ ക്വസ്റ്റ്യനിലേക്ക് വരാം. കേരളം ഈ നില തുടർന്നാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന 2 ഭീകര അവസ്ഥകൾ എന്തൊക്കെയാണ്? ഒന്ന്, എനിക്ക് തോന്നുന്നു മാലിന്യമായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് തീരുക നമ്മുടെ കേരളത്തിൽ. കാരണം ഞാൻ കണ്ടിട്ടുള്ളതിൽ
നമ്മളെ ബാക്കിയുള്ള സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള മെട്രോ സിറ്റീസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഹാവ് ഡസ്റ്റ്ബിൻസ് വഴിയിലൊക്കെ. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരെണ്ണം പോലും ഞാൻ കണ്ടിട്ടില്ല എങ്ങും. ഇപ്പം നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് അത് ഓരോ കൂട്ടായ്മകൾ ചേർന്നിട്ടാണ് അത് ഓരോ ഫ്ലാറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ വീടുകളിൽ അവരവർ തന്നെ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് 10 വർഷത്തിനുള്ളിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് തീരും. പിന്നെ രണ്ടാമത്തത് ട്രാഫിക് ആയിരിക്കും. കാരണം നമ്മുടെ നാട്ടിലെ റോഡുകളും വെൽ മാനേജ്ഡ് അല്ല, മെയിൻറ്റെയിൻഡും അല്ല. ഒരു പ്ലാനിങ്ങിൻ്റെ കുറവ് കാരണം നമ്മുടെ ട്രാഫിക്കിൻ്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇസ് ടു മച്ച്. അപ്പോൾ ദാറ്റ് വുഡ് ബി ദി അനദർ ബിഗ് പ്രോബ്ലം ഇൻ കേരള. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളൊക്കെ ഈ സിറ്റിയിലൊക്കെ ജീവിക്കുന്നതുകൊണ്ട് ഇത് ശരിക്കും ഒരു ടാസ്ക്കാണ്. സത്യമായിട്ടും വളരെ വളരെ വാല്യുബിൾ ടാസ്ക്കാണ്. അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാത്തൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ജസ്നയ്ക്ക് 88 out of 100 തരാം. താങ്ക് യു. സിറ്റിയിൽ വളർന്ന ഒരു കുട്ടിയോടെ പശു എന്താ കഴിക്കണേന്ന് ചോദിച്ചു പറഞ്ഞു വേസ്റ്റാന്ന്. നമുക്ക് പാലാരാ തരുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു മിൽമയാന്ന്. അപ്പൊ പിന്നെ ഇത് വലിയൊരു ടാസ്ക് തന്നെയാ. സോ ആ ഒരു ടാസ്ക് നല്ല ഭംഗിയായിട്ട് കൺക്ലൂഡ് ചെയ്തു. അതിന് നല്ല ഗംഭീര മാർക്സും കിട്ടി. 88 out of 100 ആണ് ജസ്നയുടെ സ്കോർ. കൺഗ്രാറ്റുലേഷൻസ്, കീപ് ഇറ്റ് അപ്പ്. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. അപ്പോൾ ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒട്ടേറെ കാഴ്ചകളുമായിട്ട് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ഇറ്റ്സ് എ ഗുഡ് ബൈ ഫ്രം നിറബറ മലയാളി വീട്ടമ്മ, co-branded by Datri Hair Care Plus and Sera, powered by Chungat Jewelry. ബൈ. Costume courtesy Ashwati and Jomol, La Doris Day Boutique, Alua Road, Angamali. Costume courtesy Rajni Chandi, Poonolil Silks.